നമസ്കാരം. വലിയൊരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇപ്പം വീഡിയോയിൽ വന്നത്. അതിലപ്പുറം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. മറ്റൊന്നുമല്ല, ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ, അതായത് നട്ട്സ്, സീഡ്സ്, ഹണി ആൻഡ് ഡേറ്റ്സ് എങ്ങനെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം, നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ എന്നുള്ളൊരു വീഡിയോ സിമ്പിളായിട്ട് ചെയ്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്തത്. ഇന്നത് ലോകം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.2 മില്യൺ ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. അതിനപ്പുറം ആയിരക്കണക്കിന് ആളുകൾ അത് ഷെയർ ചെയ്തു. മാത്രമല്ല, ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല പോസിറ്റീവ് കമൻറ്റുകൾ വന്നിരിക്കുന്നു. അപ്പോൾ അതൊരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം ഇത്രയും വൈറലാക്കിയ എൻ്റെ FBയിലെ കൂട്ടുകാർക്കൊക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒന്നും കൂടി ഞാൻ ആ കാര്യങ്ങളൊന്ന് നിങ്ങളെ പരിചയപ്പെടും. സിമ്പിളാണ്. നമ്മുടെ എല്ലാ നട്ട്സിൻ്റെ കടയിലും കിട്ടുന്ന ഒരു സംഗതി നമുക്ക് ഒരുമിച്ച് മടുക്കാത്ത രീതിയിൽ കഴിക്കുന്ന രീതിയാണ്. അത്രേ ഉള്ളതിൽ. നമുക്കറിയാം, വളരെ ഉടായ്പായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്ന വീഡിയോകളൊക്കെ വളരെ വേഗം വൈറലാവും. ഇന്ന് അത് കുറ്റം പറയുന്നത് കേൾക്കാനും അത് കാണാനൊക്കെയുള്ള ജനങ്ങൾക്ക് താല്പര്യം. എന്തായാലും ഈ ഒരു വീഡിയോ ഏറ്റെടുത്തതിലും ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. ഒന്നും കൂടി ഞാനതൊന്ന് കാണിക്കാം. ഇതിനായിട്ട് വേണ്ടത് ഒരു 300 ഗ്രാം നല്ല ഡ്രൈ ആയിട്ടുള്ള ഈത്തപ്പഴം. ഇത് കുരുവൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. മറ്റൊന്ന് വേണ്ടത് വാൾനട്ട് 100 ഗ്രാമാണ്. ഇതും പീസ് ആക്കണം. ഇങ്ങനെയല്ല ഇടരുത്, ഇത് പീസ് ആക്കണം. അതുപോലെ തന്നെ കാഷ്നട്ട്, നമ്മുടെ അണ്ടിപ്പരിപ്പ്, ഇതും പീസാക്കണം കേട്ടോ. ഒക്കെ ഒന്ന് ക്രഷാവരുത്, എന്നാലും ഒന്നിങ്ങനെ ചെറിയ നുറുക്കാക്കാം. പിന്നെ നമ്മുടെ ബദാം, ഇതും അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ കടല, അതായത് പീനട്ട്, ഇത് തൊലി കളഞ്ഞത് കിട്ടും. ഇത് പീസാക്കാനൊന്നുമല്ല, ഓൾറെഡി പീസാണ്. ഇത്രയും നട്ട്സും പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നല്ല ഉണക്കമുന്തിരി, കുരുവൊക്കെ ഉള്ള ഉണക്കമുന്തിരി. ഇതൊക്കെ 100 ഗ്രാമാണ്. 300 ഗ്രാം ഈത്തപ്പഴം എടുക്കുമ്പോൾ ഇതൊക്കെ 100 ഗ്രാം മതിയാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് സീഡ്സാണ്. ഇത് നമ്മുടെ അതായത് മത്തൻ്റെ കുരു, അതിൻ്റെ ഉള്ളിലുള്ള സീഡാട്ടോ, കുരുവിൻ്റെ ഉള്ളിലുള്ള സീഡാണ്. അതുപോലെ തന്നെ സൺഫ്ലവറിൻ്റെ സൂര്യകാന്തി വിത്ത്, അതിൻ്റെ ഉള്ളിലുള്ള വിത്താണ്. പിന്നെ വേണ്ടത് നമുക്കിത് മറ്റൊരു സീഡാണ് ബത്തക്കയുടെ കുരു, വാട്ടർമെലൻ്റെ ആ കുരു നമ്മൾ തുപ്പിക്കളയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കുരുവാണ്, ആ സീഡാണ്. പിന്നെ അതുപോലെ മറ്റൊന്ന് താമരയുടെ വിത്ത്, ഇതൊരു നല്ലൊരു സീഡാണ്. ഇതും ഈ നട്ട്സിൻ്റെ കടയിൽ കിട്ടും. പിന്നെ ഫ്ലാക്സ് സീഡ്, അതായത് ചണവിത്ത്, ചണത്തിൻ്റെ വിത്താണ്. പിന്നെ വേണ്ടത് എള്ള്, ഇത് 50 ഗ്രാം മതി. ഇതും 50 ഗ്രാം മതി കേട്ടോ. ഇത് രണ്ടും 50 ഗ്രാം മതി. 300 ഗ്രാം ഈത്തപ്പഴം, ബാക്കിയെല്ലാം 100 ഗ്രാമും. പിന്നെ 200 ഗ്രാം തേനും. നല്ല തേനായിരിക്കണം. ഷുഗർ, അതായത് ശർക്കര ഒന്നും ചേർക്കാത്ത നല്ല ഒറിജിനൽ തേനായിരിക്കണം. അതുപോലെ തന്നെ പിന്നെ തേങ്ങ നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യരുത്. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ കഷ്ണങ്ങൾ നമ്മുടെ കൂടെ കഴിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നീര് വരും, ഇത് കംപ്ലൈൻ്റ് ആവും. കാരണം ഇത് നമ്മൾ 1 കിലോ ഒരുമിച്ചാണ് നമ്മൾ ഉണ്ടാക്കുക. 1 കിലോ 1.25 കിലോ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 20 ദിവസം വരെ നമുക്കിത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും ഒരാൾക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കണക്കാണ് പറയുന്നത്, 20 ദിവസം വരെ നമുക്ക് കേടുവരാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അതിന് തേങ്ങ അതിൻ്റെ കൂടെ ഇടരുത്, പുറത്തിടാം. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത് സിമ്പിളാണ്, എല്ലാവർക്കും പിന്നെ ചെയ്യാവുന്നതാണ്. വലിയൊരു വിലയൊന്നും വരില്ല, 1000 രൂപയൊക്കെ ഇതിന് ചിലവ് വരുള്ളൂ. മറ്റൊന്ന് പറയാനുള്ളത്, ഇത് മാത്രം കൊണ്ട് നമ്മുടെ ശരീരം ശരിയാവില്ല. നല്ല വ്യായാമം ചെയ്യുക, അത് നിർബന്ധമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ, നമ്മൾ ഉറങ്ങുന്ന പോലെ, മറ്റ് വെള്ളം കുടിക്കുന്നത് പോലെ ഒരു മനുഷ്യന് നിർബന്ധമായ ഒരു സംഗതിയാണ് വ്യായാമം. അത് നിർബന്ധമായിട്ടും 24 മണിക്കൂറിൽ 1 മണിക്കൂർ നിങ്ങൾ ചെയ്തിരിക്കണം. അത് ഏറ്റവും കൂടുതൽ ഇന്ന് എഫക്റ്റീവായിട്ടുള്ള നല്ല ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമം X7 ആണ്. ഞാൻ അതിൻ്റെ ട്രെയിനർ കോർഡിനേറ്റർ ആയതുകൊണ്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കും. അതിനെക്കുറിച്ച് അറിയുന്നത് മാത്രമല്ല, 2.5 വർഷത്തോളമായി ഞാനത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ അനുഭവങ്ങൾ കിട്ടിയ ഒരാളായതുകൊണ്ടാണ് ഞാനത് കൂടെ പറയുന്നത്. നിങ്ങൾക്ക് കഴിയുന്ന ഏത് വ്യായാമം ചെയ്യാം, വെറുതെ ഇരിക്കരുത് ഒരാളും. അതുപോലെ തന്നെ അനാവശ്യ ഫുഡുകളൊക്കെ ഒഴിവാക്കുക. ഹെവി ഫുഡുകൾ മാക്സിമം രാവിലെ ഉച്ചക്കും കഴിക്കാൻ ശ്രമിക്കുക. വൈകുന്നേരം രാത്രിയും ഹെവി ഫുഡ് കഴിക്കാതിരിക്കുക. മാത്രമല്ല, ഭക്ഷണങ്ങളിൽ ക്രമീകരിക്കുക. ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക. ഇത് ഫ്രീ ആണ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഒന്നായിട്ട് കഴിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വ്യായാമം കൊണ്ട് മാത്രം ഒരിക്കലും രക്ഷപ്പെടില്ല, ഈ നട്സ് കൊണ്ടും രക്ഷപ്പെടില്ല. ഭക്ഷണം നിയന്ത്രിക്കണം. അതുപോലെ ആവശ്യമില്ലാത്ത ടെൻഷനുകളൊക്കെ ഒഴിവാക്കുക. ഹാപ്പി ആയിട്ട് ജീവിക്കുക. മറ്റുള്ള ഒരുപാട് ഭാരങ്ങൾക്ക് തലയിൽ വെച്ചിട്ട് അതൊന്നും ഏറ്റുകൊണ്ട് നടക്കാതിരിക്കുക. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
മരുന്നില്ലാതെ സന്തോഷത്തോടെ ഹെൽത്തി ആയൊരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അനുഭവത്തിലൂടെ കിട്ടിയത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.